ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ 23-കാരൻ അർജുന്റെ ഹൃദയം ദാനം ചെയ്യും. ഹൃദയം രാവിലെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റിയിൽ എത്തിക്കും. ഹൃദയമടക്കം അർജുന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, അങ്ങനെ മറ്റൊരു അവയവദാന പ്രക്രിയയിലേക്ക് കൂടി സംസ്ഥാനം നീങ്ങുകയാണ്. ഒരർത്ഥത്തിൽ ഇത് അർജുൻ്റെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുള്ള നിമിഷമാണ്. പക്ഷേ 4 പേർക്ക് ജീവൻ നൽകുന്നു എന്നുള്ള വലിയ കാര്യം അർജുൻ നിർവഹിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? വിവിധ ഇടങ്ങളിലേക്ക് അവയവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അനുജ, തീർച്ചയായും 23 വയസ്സാണ് അർജുൻ MK. യുവാവിന്റെ പ്രായം 23 വയസ്സാണ്. 28-ാം തീയതിയാണ് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. 30-ാം തീയതി ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കണ്ണൂരിൽ ആസ്റ്റർ മിംസിൽ ചികിത്സയിലായിരുന്നു അർജുൻ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഈ തീരാവേദനയിലും അർജുന്റെ ഉറ്റവർ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ അവയവദാനത്തിന്റെ ഏജൻസിയായ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റം നടക്കുന്നത്. അർജുന്റെ ഹൃദയമടക്കം 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൃദയം നാളെ രാവിലെ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് മാർഗം എത്തിക്കുന്നത്, അതായത് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് ഹൃദയം എത്തിക്കുന്നത്. ഇതിൽ മറ്റ് അവയവങ്ങൾ കൂടി ദാനം ചെയ്യുന്നുണ്ട്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് ദാനം ചെയ്യുന്നത്. വൃക്ക ആസ്റ്റർ മിംസ് കണ്ണൂരിലേക്കും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48 വയസ്സുകാരനാണ് അർജുന്റെ ഹൃദയം മാറ്റിവെക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ നാളെ ആയിരിക്കും ഈ ശസ്ത്രക്രിയകൾ നടക്കുക. ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്ന നടപടികളടക്കം നാളെ ആയിരിക്കും പുരോഗമിക്കുക. രാവിലെ തന്നെ ഹൃദയം കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസ് മാർഗം, അതായത് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് എത്തിക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.